അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി. വിശുദ്ധ റമദാൻ ഖുർആനിൻ്റെ വാർഷികാഘോഷത്തിൻ്റെ സമയമാണ്. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹി ഫലഹു ബിഹി ഹസന വൽ ഹസനത്തു ബിഅശ്രി അംസാലിഹ. ഖുർആനിൽ നിന്ന് ഒരു അക്ഷരം ആരെങ്കിലും പാരായണം ചെയ്താൽ അതിന് ഒരു നന്മ അള്ളാഹു രേഖപ്പെടുത്തും. വൽ ഹസനത്തു ബിഅശ്രി അംസാലിഹ, ഒരു നന്മ എന്ന് പറഞ്ഞാൽ അത് 10 ഇരട്ടി കൂലി അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകും. ഏതൊരു നന്മക്കും 10 ഇരട്ടി കൂലി നൽകും. അത് വിശുദ്ധ റമദാനിലാകുമ്പോൾ ഒരു നന്മക്ക് 70 മുതൽ 700 വരെ കൂലി അള്ളാഹു നൽകുമെന്ന് പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. ലാ അഖൂലു അലിഫ് ലാം മീം ഹർഫ്. അലിഫ് ലാം മീം എന്നുള്ളത് ഒരു ഹർഫല്ല, വലാകിൻ അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ. അലിഫ് ഒരു ഹർഫാണ്, ലാം മറ്റൊരു ഹർഫാണ്, മീം മറ്റൊരു ഹർഫാണ്. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അലിഫ് എന്ന് മാത്രം ഓതുന്നതിന് തന്നെ 10 കൂലി കിട്ടും. ഒരു ഹസനത്ത് ചെയ്താൽ അതിന് 10 കൂലി സാധാരണയിൽ ലഭിക്കും. റമദാൻ മാസത്തിൽ 70ഉം അതിൻ്റെ അപ്പുറം എത്രയും കൂട്ടാം, മിനിമം 70 ലഭിക്കും. എങ്കിൽ അലിഫ് ലാ മീം എന്ന് ഓതുമ്പോൾ 3 അക്ഷരം ഓതുകയാണ്, അതിന് 30 കൂലി രേഖപ്പെടുത്തപ്പെട്ടു. റമദാനിലാകുമ്പോൾ 30 × 70 ഏറ്റവും ചുരുങ്ങിയത് 2100 കൂലി രേഖപ്പെടുത്തപ്പെട്ടു. ഇങ്ങനെ ഖുർആൻ റമദാൻ മാസത്തിൽ പാരായണം ചെയ്തുകൊണ്ട് ധാരാളം കൂലി നേടാൻ നമുക്ക് സാധിക്കും. ഖുർആൻ പാരായണം ചെയ്താൽ ധാരാളം നേട്ടങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് അസ്സിയാമു വൽ ഖുർആനു യശ്ഫഅനി ലിൽ അബ്ദി യൗമൽ ഖിയാമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, നോമ്പും ഖുർആൻ പാരായണവും ഒരടിമക്ക് നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ അത് സാക്ഷി നിൽക്കുന്നതാണ്. ഖുർആൻ പാരായണ സദസ്സിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സക്കീനത്ത് ഇറക്കും, അഥവാ ഒരു സമാധാനം. ഇത് നമ്മുടെ തലച്ചോറിലെ സ്ട്രെസ്സുകൾ കുറക്കാൻ സഹായകരമാകും. മാത്രവുമല്ല, ഖുർആൻ പാരായണം ചെയ്യുന്ന സദസ്സിൽ മാലാഖമാരുടെ സാന്നിധ്യമുണ്ടാകും. മഹാനായ ഉസൈദ് ഇബ്നു ഹുദൈർ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു സംഭവമുണ്ട്. അദ്ദേഹം തൻ്റെ കുതിരയെ കെട്ടിയിട്ടുകൊണ്ട് സൂറത്തുൽ ബഖറ പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുതിര പ്രത്യേക ചാട്ടവും ഇളക്കവും എല്ലാം കണ്ടു. ഖുർആൻ പാരായണം നിർത്തി അതിൻ്റെ അടുക്കലേക്ക് പോകുമ്പോൾ കുതിര ചാട്ടം നിർത്തുകയാണ്. ഇതിങ്ങനെ ആവർത്തിച്ച് കഴിഞ്ഞപ്പോൾ പിറ്റേന്ന് പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ വിഷയം അവതരിപ്പിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങളുടെ വീട്ടിൽ മാലാഖമാർ ഇറങ്ങിയതാണ്. ഒരു പ്രകാശം കണ്ടില്ലേ? ആ പ്രകാശം മാലാഖമാർ ഇറങ്ങി വരികയായിരുന്നു. രാത്രി മുഴുവനും പാരായണം ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ മാലാഖമാരുടെ സാന്നിധ്യം പകലോളം നിങ്ങളുടെ വീട്ടിലുണ്ടാകുമായിരുന്നു. ഖുർആൻ പാരായണം മനസ്സിന് സമാധാനവും മെഡിറ്റേഷൻ സ്റ്റേജിലേക്ക് നമ്മുടെ തലച്ചോറിനെ എത്തിക്കാൻ സാധിക്കും. ഒരു ന്യൂറോ തെറാപ്പിയായിട്ട്, അഥവാ ആൽഫ തരംഗങ്ങൾ നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടും. ഇത് സാധാരണയിൽ 8 ഹെർട്സിൽ നിന്ന് 13 ഹെർട്സിലേക്ക് ഉയർത്താൻ ഖുർആൻ പാരായണത്തിൻ്റെ താളാത്മകമായ തജ്വീദോടു കൂടിയുള്ള പാരായണത്തിന് സാധിക്കുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഹൃദയത്തിലെ വെറുപ്പ്, അസൂയ, മറ്റുള്ളവരോടുള്ള പക, ഇതെല്ലാം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് തുടച്ചു മാറ്റാൻ പറ്റിയ ഏറ്റവും വലിയ മരുന്ന് എന്നുള്ളത് ഖുർആൻ പാരായണം. ഖുർആൻ പാരായണത്തിനുള്ള ഒരു പ്രത്യേക റിഥമുണ്ട്, അഥവാ തജ്വീദ് അനുസരിച്ചുള്ള ഓതുമ്പോൾ ഉണ്ടാകുന്ന നിമ്നോന്നതികൾ. ആ നിമ്നോന്നതികൾ നമ്മുടെ ബ്രെയിനിൽ, മസ്തിഷ്കത്തിൽ ഡോപ്പമിൻ ഹോർമോണിൻ്റെ ഉൽപ്പാദനവും സെറട്ടോണിൻ്റെ ഉൽപ്പാദനവും വർദ്ധിപ്പിക്കുകയും ചില ഘട്ടങ്ങളിൽ അത് വേദനാസംഹാരിയായി നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുകയും മനസ്സിനും ശരീരത്തിനും രോഗശമനം നൽകാനും ഖുർആൻ പാരായണത്തിലൂടെ സാധിക്കുമെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. വനുനസ്സിലു മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. ഖുർആൻ ഷിഫയാണ്. ഖുർആൻ ദവാ ആണെന്നോ ദാ ആണോ എന്നോ ഖുർആൻ പറഞ്ഞില്ല, മറിച്ച് ഖുർആൻ ഷിഫയാണ് എന്ന് പറഞ്ഞാൽ രോഗത്തിന് നമ്മൾ നൽകുന്ന ചികിത്സകൾ എല്ലാം ഒന്നുകിൽ ഫലിക്കാം, അതല്ലെങ്കിൽ ഫലിക്കാതിരിക്കാം. ഖുർആൻ അങ്ങനെയല്ല. ഖുർആൻ കൊണ്ടുള്ള ചികിത്സ എന്നുള്ളത്, അഥവാ ഖുർആൻ ഓതിയാൽ ഓതേണ്ടതുപോലെ ഓതി ഷിഫ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അത് ലഭിക്കുമെന്നുള്ളതിൻ്റെ തെളിവാണ് ഖുർആനിൽ മാഹുവ ഷിഫാ ഉൻ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. ഖുർആൻ ഓതുന്ന വീട്ടിൽ അള്ളാഹുവിൻ്റെ ബറക്കത്ത് ഇറങ്ങും. വീടിന് ഐശ്വര്യമായിരിക്കും. സദാസമയവും ആ വീട്ടിൽ നന്മകൾക്കും ഖൈറുകൾക്കും അവസരങ്ങളും ഉണ്ടാകും. അൽ ബൈത്തുല്ലദീ യഖ്റഉ ഫീഹിൽ ഖുർആൻ യത്തസിഉ ബിഅഹ്ലിഹി വയക്സുറു ഖൈറുഹു വതഹ്ദുറുഹുൽ മലായികത്തു വതഖ്റുജു മിൻഹു ശയാത്തീൻ. ഖുർആൻ പാരായണം ചെയ്യുന്ന വീട്ടിൽ ആ വീട്ടുകാരുടെ എല്ലാ വിഷയത്തിലും ഒരു തുറവ് ലഭിക്കും. അവിടെ ധാരാളം ഖൈറാത്തുകൾ, നന്മകൾക്കുള്ള അവസരങ്ങളുണ്ടാകും. മലാഖമാരുടെ സാന്നിധ്യം ആ വീട്ടിലുണ്ടാകും. ഖുർആൻ ഓതുന്ന സമയത്ത് അവിടെ മലായിക്കത്തുകൾ ഇറങ്ങുമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അങ്ങനെ മലായിക്കത്തുകൾ ഇറങ്ങുമ്പോൾ ആ ഭാഗത്തുള്ള മാഗ്നറ്റിക് ഫീൽഡിൽ മാറ്റം വരും. ഈ മാഗ്നറ്റിക് ഫീൽഡിലുള്ള ചേഞ്ചസ് കാരണമായി ആ വീട്ടിൽ അല്ലാഹുവിൻ്റെ ബറക്കത്തും അവിടെയുള്ള തർക്കങ്ങൾക്ക് പരിഹാരങ്ങളുമൊക്കെ ഉണ്ടാകും എന്നതാണ് ബറക്കത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അള്ളാഹുവിൻ്റെ ഖുർആൻ കൊണ്ട് ഹൃദയത്തിന് ശാന്തി ലഭിക്കും. ഹൃദയത്തിൽ ബ്ലോക്കുള്ളവർക്ക് ഖുർആൻ പാരായണം ഷിഫയാണ്. അതുപോലെ തന്നെ ഹൃദയത്തിൽ എപ്പോഴും സ്ട്രെസ്സുമായി നടക്കുന്ന ആളുകൾക്ക് ഖുർആൻ പാരായണം ശാന്തി നൽകും. അതുപോലെ BP കൂടുതലുള്ള ആളുകൾക്ക് BP കുറക്കാൻ, ബ്ലഡ് പ്രഷർ കുറക്കാനും ഖുർആൻ പാരായണം സഹായകമാകും.
ഇത് പഠനത്തിലൂടെ അൽ ഹസർ യൂണിവേഴ്സിറ്റിയിൽ വെച്ച് നടന്ന പഠനത്തിലൂടെ തെളിയിക്കപ്പെട്ടതാണ്. അതേപോലെ അമേരിക്കയിലെ ഫ്ലോറിഡയിൽ വെച്ച് നടന്ന മറ്റൊരു പഠനമാണ് ഡോക്ടർ അഹ്മദിൻ അൽ ഖാദിയുടെ നേതൃത്വത്തിൽ നടന്ന പഠനത്തിൽ പറയുന്നു, ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിലെ കെമിക്കൽ വേവ്സുകൾക്ക് മാറ്റം സംഭവിക്കുന്നതായിട്ട്. തജ്വീദ് അനുസരിച്ച് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അതിലെ മദ് 4 മുതൽ 6 ഹർഫ് വരെയാണ് നമ്മൾ നീട്ടുന്നത്. ഇങ്ങനെ മദ് നീട്ടുന്ന സമയത്തുള്ള ആ ബ്രീത്തിങ്, ഇത് ഓക്സിജൻ്റെ അളവ് ശരീരത്തിൽ ഉയർത്തുന്നതിനും അതുപോലെ ആവശ്യമായ ശാന്തത നമ്മുടെ ബ്രെയിനിന് നൽകുന്നതിനുമെല്ലാം സഹായകമാണ് എന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടും ഖുർആൻ പാരായണം വലിയ പുണ്യമുള്ള കാര്യമാണ്. വിശുദ്ധ ഖുർആൻ റമദാൻ മാസത്തിൽ സാധിക്കുന്ന അത്ര കണ്ട് നമുക്ക് പാരായണം ചെയ്യാം. രാവിലെ സുബ്ഹി നിസ്കാരത്തിന് ശേഷം ഒരു ജുസ് ഓതാൻ പരമാവധി കൂടുതൽ സമയമെടുക്കുകയാണെങ്കിൽ അരമണിക്കൂർ, അല്ലെങ്കിൽ 20 മിനിറ്റ് കൊണ്ട് ഖുർആൻ ഒരു ജുസ് തീർക്കാൻ സാധിക്കും. പിന്നെ ളുഹറിന് ശേഷം ഒരു ജുസ് ഓതിയാൽ ഒരു ദിവസം 2 ജുസ് ആയി. ഇനി സാധിക്കുന്നവർ അത്താഴ സമയത്ത് നേരത്തെ എണീറ്റ് ഒരു ജുസ് കൂടി ഓതിയാൽ 3 ഖത്ം തീർക്കാൻ പ്രയാസമില്ല. മിനിമം ഒരു ഖത്മെങ്കിലും എല്ലാവരും റമദാനിൽ തീർക്കുക. തർത്തീലായ രീതിയിൽ തന്നെ, അഥവാ വറത്തിൽ ഖുർആന തർത്തീല, നീട്ടി തജ്വീദ് അനുസരിച്ച് പാരായണം ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.